ഓം ശാന്തി ശാന്തി ശാന്തി. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടക്കതും കല്ലമ്പള്ളി തെരുവിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യ പുരാതന ക്ഷേത്രമാണ് കല്ലമ്പള്ളി ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കുന്നി ഉത്ര ഗ്രാമാഭിഷേകം മഹോത്സവം 2026 31 മാർച്ച് 30, ഏപ്രിൽ 1 തീയതികളിൽ നടന്നു. ഓം ശ്രീ മഹാദേവായ നമഃ. ഓം ശ്രീ ധർമ്മശാസ്ത്രേ നമഃ. ഓം ശ്രീ കാർത്തികേയായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ശ്രീ നരസിംഹമൂർത്തയേ നമഃ. ഓം രം രാമായ നമഃ. ഓം ശ്രീ അഞ്ജനേയായ നമഃ. ഓം നവഗ്രഹദേവാഭ്യാം നമഃ. ഓം ശ്രീ നാഗാധിപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം സർവദേവതാ പ്രിയന്താം. ഓം സർവദേവതാ പ്രിയന്താം. ഓം സർവദേവതാ പ്രിയന്താം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന മംഗളം അമ്മ ഇവിടെ വന്നു നമുക്ക് നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു ഉന്മേഷം പകർന്നു. ഞാൻ ന്യൂയോർക്കിൽ സപ്താഹത്തിലിരിക്കുന്ന സമയത്ത് അവിടെ മകൻ്റെ കാര്യത്തെപ്പറ്റി അവിടെ സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അമേരിക്കയിൽ സപ്താഹത്തിന് പോകുമ്പോൾ സാഹിബിനറിയാമോ സപ്താഹം എന്താ, നാട്ടിനറിയാമോ അങ്ങാടി എന്താ. അതുകൊണ്ട് ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകും, വിസയ്ക്ക് ഇൻ്റർവ്യൂ നടത്തും, അവന്മാർ നമ്മുടെ പൈസ കൊണ്ടുപോകും, വിസ തരത്തുമില്ല. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ആളുകളെ പരിശീലിപ്പിച്ചെടുത്തിട്ടാണ് അവിടെ യജ്ഞം നടത്താറുള്ളത്. പക്ഷേ ചിന്തിക്കുന്നതിനേക്ക് അപ്പുറം നല്ല അഭ്യസനമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആളുകൾ വളരെ സൈലൻ്റായിട്ട് ഭാഗവതത്തെ ഉപാസിക്കുന്ന, ഭഗവത്ഗീതയെ ഉപാസിക്കുന്ന, നാരായണീയത്തെ ഉപാസിക്കുന്ന ആളുകൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ, വിശേഷിച്ചും റിട്ടയർഡ് ഹാൻഡ്സ് നല്ല ആരോഗ്യമുള്ള ആളുകൾ വളരെ സന്തോഷത്തോടെ വന്ന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പോലെ വന്നിട്ട് പാരായണം നടത്തി നല്ലതായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും രസകരമായ ഒരു സംഗതി, ധർമ്മം എന്ന് പറയുന്നത് അത് ആരുടെയും ഇട്ടാവട്ടത്തിനകത്ത് നിൽക്കത്തില്ല. ധർമ്മം അതിൻ്റെ ജോലി നല്ല കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ധർമ്മത്തെ പിടിച്ചു നിർത്തുവാൻ ഒരു വ്യക്തി ശ്രമിച്ചാൽ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് ഫുൾ വെലോസിറ്റിയിൽ ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുന്ന ഒരു 747 എയർക്രാഫ്റ്റ് ഒരു മന്ദബുദ്ധി ഒരുത്തൻ പിടിച്ചു നിർത്താൻ പോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. ധർമ്മത്തെ ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. കാരണം ധർമ്മത്തിൻ്റെ ലക്ഷണം മനസ്സിലാക്കിയാൽ തന്നെ ധർമ്മത്തിൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്ര അവതാരത്തിൻ്റെ പ്രിഫിക്സായിട്ട് ധർമ്മശാസ്ത്ര എന്ന് വന്നിരിക്കുന്നത്. ദുഷ്ടാനാം ധർമ്മഹീനാനാം ശാസിത യസ്തു ഭൂതലേ ധർമ്മശാസ്ത്ര ഇതി പ്രോക്തം തസ്മാൽ തസ്യാഭിധാനകം. എന്നല്ല ഞാൻ ആ ഭാഗം പറഞ്ഞു. ദുഷ്ടാനാം ധർമ്മഹീനാനാം ശാസിത യസ്തു ഭൂതലേ. ഈ ഭൂതലത്തിലെ ദുഷ്ടന്മാരായിട്ടും ഹീനന്മാരായിട്ടും ആസുര സംസ്കാരം കൊണ്ട് കൈയൊഴുകുന്നവരുമായിട്ടുള്ള ആളുകളെ ധർമ്മഹീനാനാം ശാസിത, അവരെയൊക്കെ ശാസിച്ചിട്ട് ധർമ്മത്തിന് സുസ്ഥിതി ഉണ്ടാക്കി തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ശൈവ വൈഷ്ണവ സംയോഗത്തിൽ നിന്ന് സിദ്ധിച്ച ദിവ്യാവതാരമാണ് ധർമ്മശാസ്ത്ര. ആ ധർമ്മശാസ്താവിൻ്റെ മഹത്വം നാരദ പരിവ്രാജക ഉപനിഷത്തിലെ 3-ാം ഉപദേശത്തിലെ 24-ാം മന്ത്രത്തിൽ പറയുന്നുണ്ട്. ധർമ്മത്തിൻ്റെ അർത്ഥം നാരദ പരിവ്രാജക ഉപനിഷത്ത് അതിൽ പറയുന്നു, ധൃതി ക്ഷമ ദമ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹം ധീ വിദ്യ സത്യമക്രോധം ദശകം ധർമ്മലക്ഷണം. ധർമ്മത്തിൻ്റെ ലക്ഷണം അവിടെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. നമുക്ക് ഒരുപാട് നിർവചനങ്ങൾ ധർമ്മത്തെപ്പറ്റി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പ്രാക്ടിക്കൽ പോസിബിലിറ്റി ഉള്ള, പ്രാക്ടിക്കൽ റിലവൻസ് ആൻഡ് റെഫറൻസ് ഉള്ള ഒരു ഡെഫിനിഷൻ വേറെ ഒരു ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് ആറ്റുകാലമ്പ പ്രസാദം മാസികയിൽ ഉപനിഷത്ത് പങ്ക്തി ഞാനാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മാസം ഒരു ടൈറ്റിൽ എടുക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ.
നമ്മുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യമാണ് സത്യമേവ ജയതേ. സത്യമേവ ജയതേ എവിടെ നിന്ന് എടുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മിൽ പലർക്കും അറിയാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കീഴിലിരുന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് പോലും ഇതെവിടെ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കുമോ? എനിക്കറിയില്ല. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇതിൽ മുണ്ടക ഉപനിഷത്തിലെ 3-ാം മുണ്ടകത്തിലെ 1-ാം ഖണ്ഡത്തിലെ 6-ാം മന്ത്രമാണ്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിതതോ ദേവയാനഃ ഏനാക്രമന്തി ഋഷയോ ഹ്യാപ്തകാമാഹ എത്ര തത് സത്യസ്യ പരമം നിധാനം. സത്യം മാത്രമാണ് ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നത്, അസത്യം നിലനിൽക്കുന്നില്ല. സത്യമേവ ജയതേ, ആ ഏവ ശബ്ദത്തിന് നല്ല ത്രസ്റ്റാണത്, ഭംഗിയായിട്ട് അത് ത്രസ്റ്റ് ചെയ്തിട്ടാണ് ആചാര്യന്മാർ അവിടെ പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. സത്യമേവ ജയതേ, സത്യത്തിന് മാത്രമേ സ്റ്റാൻസ് ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്ന് അടുത്ത വാചകത്തിൽ ഋഷി പറയുകയാണ്, ഉപനിഷത്ത് ഋഷി പറയുകയാണ്. സത്യേന പന്ഥ വിതതോ ദേവയാനഃ, സത്യത്തിൻ്റെ ആചരണം കൊണ്ട് മാത്രമേ ദേവയാന മാർഗം വിസ്തൃതമായി തീരുന്നുള്ളൂ. ദേവയാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മൾ നിൽക്കുന്നൊരു തലമുണ്ട്. നമ്മൾ ഹ്യൂമൻ പ്ലെയിനിലാണ് നിൽക്കുന്നത്, മനുഷ്യൻ എന്ന തലത്തിലാണ് നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ബിഗിനിങ് ഓഫ് ദ ലൈഫ്, ജന്മകാലഘട്ടം മുതൽക്ക് ജ്ഞാനം നേടുന്ന അവസ്ഥ വരെ വരുന്ന സമയത്ത് നമുക്ക് മനുഷ്യൻ എന്ന തലത്തിൽ തന്നെ നിൽക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് 2 പൊട്ടൻഷ്യൽ പോസിബിലിറ്റീസ് ആചാര്യന്മാർ കാണിച്ചു തരിക. ഇവിടെ നിന്നുകൊണ്ട് ശ്രേഷ്ഠകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ, ഉത്തമകർമ്മങ്ങൾ, ദൈവിക കർമ്മങ്ങൾ ആചരിച്ചിട്ട് 1, 2, 3 +1 +2 +3 അങ്ങനെ ഒരു അസെൻഡിങ് ലാഡറിലേക്ക് സഞ്ചരിച്ച് മേലേക്ക് പോകുന്നൊരു പദ്ധതിയിലേക്ക് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു പോകാം. അതിനെയാണ് ദേവയാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രേഷ്ഠകർമാചരണങ്ങളിലല്ല, ഉത്തമ കർമാചരണങ്ങളിലൂടെ മനുഷ്യന്റെ പ്ലെയിൻ, മനുഷ്യന്റെ തലം എന്ന തലത്തിൽ നിന്ന് ദേവന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഈ ദേവന്റെ തലവും പുണ്യം ക്ഷയിച്ച ക്ഷീണേ പുണ്യേ മർത്തലോകം വിശന്തി, വീണ്ടും മുഖം കുത്തി താഴെ വരും. അതിനപ്പുറം പോകണം. അതിനപ്പുറം പോകണമെങ്കിലോ ഇതെല്ലാം ക്ഷണികമാണ്, നശ്വരമാണെന്നുള്ള പൂർണ്ണ ബോധം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ, ഇനി മരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ. ഭാഗവത കീർത്തനത്തില് എഴുത്തച്ഛൻ 2 കൈയും തലേ വെച്ചുകൊണ്ട് നിലവിളിച്ച് നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ തത്വമുണ്ട്. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ. ഞാൻ എവിടെയൊക്കെ സഞ്ചരിച്ച് എങ്ങനെയൊക്കെ ആർജിച്ച് കൊണ്ടുവന്ന പ്ലസ് ആൻഡ് മൈനസ് എല്ലാം കൂടെ ഒരു ഭണ്ഡാരത്തിനകത്ത് ഇങ്ങനെ ആർജിതവും സഞ്ചിതവും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. ഇതൊക്കെ നീ അങ്ങ് എടുത്തോ, എനിക്ക് വേണ്ട. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്ക് വെച്ചേൻ, ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ എന്ന് പറയുന്ന ആ ഒരു സമർപ്പണത്തിന്റെ ഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യന്റെ ശ്രേഷ്ഠ ബുദ്ധിയുടെ അത്യുന്നതമായ ഭാവമാണ് ആ ദേവയാന മാർഗം. സത്യേന പന്ഥ വിതതോ ദേവയാനഃ. എല്ലാവരുടെയും നാവില ശ്ലോകം ഇപ്പൊ വന്നു കഴിഞ്ഞു അല്ലേ? തത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ ഉറക്കെ പറയൂ, നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. 2026 ആണ്ടില് മാർച്ച് മാസം 31 തീയതിക്ക് പറ്റുന്നൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഇനി ഈ ശ്ലോകത്തിന് വേറെ കൊടുക്കാൻ പോവാം. സത്സംഗത്വേ നിസ്സംഗത്വം, സത്സംഗത്തോട് സമ്പൂർണ്ണ നിസ്സംഗത്വം. എന്നിട്ട് ആ നിസ്സംഗത്വേ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നിട്ട് നല്ലതിനെയൊക്കെ നമ്മൾ കളയുകയാണ്, ഒരുതരം നിർമോഹത്വമാണ്. എന്നിട്ട് ആ നിർമോഹം കൊണ്ട് സ്റ്റാറ്റിക്കായി ഇടിമന്ദന്മാരായിട്ട് നിശ്ചലതത്വം, മുന്നോട്ടും പോകത്തില്ല പിന്നോട്ടും പോവില്ല. ഈ കുറ്റിയുടെ നടുക്കുപെട്ട പുട്ടിൻ്റെ അവസ്ഥ ആവറേജ് ഹിന്ദുവിൻ്റെ. കുത്തി ഇറക്കി കഴിഞ്ഞ് വെളി വരും അല്ലേ? കുത്തി നിർത്തിയാൽ പുട്ടും നിൽക്കും. ഏതാണ്ട് ഇതുപോലെയാ സത്സംഗത്തിന് ആളെ വിളിച്ചാൽ, കുത്തി കുത്തി വിളിച്ചാൽ ചിലപ്പം രാവി കൊണ്ടുവരും, പക്ഷേ എങ്കിൽ സ്വയം അറിഞ്ഞ് വരത്തില്ല. അങ്ങനെ നിശ്ചലതത്വം ആവുന്ന സമയത്ത് അവിടെ ഇരുന്നങ്ങ് വെടി തീരുക, ജീവൻ മുക്തി. ഞാൻ പറഞ്ഞല്ലേ സത്യം ഇപ്പം നടക്കുന്നു. ഞാൻ ചിന്തിച്ചു നോക്കുക, വളരെ വളരെ സങ്കടത്തോടെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളുടെ ഈ സമയത്ത് ഇവിടെ ഇപ്പോൾ ഇത്രയും പരിപാടി നടക്കുന്നു. എത്രയോ എത്രയോ ആളുകൾ ടെലിവിഷൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കി, ടെലിവിഷൻ ചിരിക്കുമ്പോൾ ചിരിക്കുന്നു, ടെലിവിഷൻ കരയുമ്പോൾ കരയുന്നു. ഇങ്ങനെ ടെലിവിഷൻ ഡാൻസ് ചെയ്യാത്തത് ഭാഗ്യം, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഡാൻസും ചെയ്തേനെ മേശപ്പുറത്ത് കയറി നിന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു 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 സെക്കൻഡറി ഫോർമാറ്റ് ഓർ ഈവൻ ടെർഷറി സ്റ്റേറ്റ് ഓഫ് അഗ്ലിനെസ്. അതിനെ ഡെവലപ്മെൻ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അത് നമ്മളെ നശിപ്പിക്കുന്നു, നമ്മൾ അതിനെ നശിപ്പിക്കുന്നു. ഇങ്ങനെ പരസ്പര പൂരകമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെയാണ് അമൃതാനന്ദമയി അമ്മ ഒരു പദം ഉപയോഗിക്കാറുണ്ട്. മക്കളെ, അത് ടെലിവിഷൻ അല്ല, ടെലിവിഷം ആണെന്ന് പറയും. ടെലിവിഷം,
അല്ലേ? ടെലിവിഷം ഇത് വയർക്കണക്കടല്ല, ആകാശത്തൂടെ വന്ന് നമ്മുടെ തലയ്ക്കകത്ത് വിഷം കലർത്തുന്നു. ഇന്നിപ്പം വൈകിട്ടൊരു 6:30 മണി 7 മണി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോകരുത് കേട്ടോ. പോയാൽ പട്ടി അഴിച്ചു വിടും, അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കും. കാരണം ഇങ്ങനെ ലഹരി പിടിച്ച് ഇങ്ങനെ ഈ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ ചെന്ന് കയറി കഴിഞ്ഞിരുന്നാൽ നമ്മളുടെ കാര്യമാണ് കഷ്ടം. പ്രധാതി ചിത്തവൃത്തികളുടെ അടക്കം, സത്യസന്ധത, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹം, അറിവ്, വിവേകം, സത്യനിഷ്ഠ, ദ്വേഷമില്ലായ്മ, ഈ 10 ഉത്തമ ഗുണങ്ങളുടെ ഒരു ടോട്ടൽ പാക്കേജിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മൾ ഈ മലയാളം പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് മനസ്സിലാകാത്തത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. കറേജ്, പേഷ്യൻസ്, മെൻ്റൽ കൺട്രോൾ ഓൺ പാഷൻസ്, ആറ്റിറ്റ്യൂഡ് അഗൻസ്റ്റ് ലൂട്ടിംഗ്, ക്ലീൻലിനെസ്, control on passions, intelligence, knowledge, truthfulness and lack of anger are the 10 attributes of dharma. ഇന്ന് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഏത് ലെവലിൽ വന്നിരിക്കുന്നു എന്നറിയാമോ? ഞാൻ ആ ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് പെൻഷനായ ആളാണ്. ഇന്ന് ആൺപിള്ളേരെക്കാളും പോറ്റാൻ വയ്യാതെ വന്നിരിക്കുന്നത് പെൺപിള്ളേർ. ഏതാണ്ട് ഒരു 12 വയസ്സ് മുതൽ 18-20 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ സംസാരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്തി, മോനെ നീ ഒരു ഡോക്ടറാവണം, നീ ഒരു എഞ്ചിനീയർ ആവണം, നീ ഒരു IAS കാരനാവണം, നീ ഒരു IPS കാരനാവണം എന്നൊക്കെ പറയുന്നു, നീണ്ടകര പാലം പോലെ ആവണം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മിൽ എത്ര പേരൻസ് മോനെ നീ IAS-ഉം IPS-ഉം ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആയില്ലേലും വേണ്ടിയല്ല, നീ ഒരു മനുഷ്യനാകണമെന്ന് പറയുന്ന എത്ര പേരൻസ് ഉണ്ട്? ഒരാളെങ്കിലും ഉണ്ട്. പരിണിത ഫലമാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്. നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അതല്ലേ ഗ്രാൻഡ് ചെയ്യാൻ പറ്റൂ. ഭഗവാൻ നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നത് IAS കാരനെയും IPS കാരനെയും വേണമെന്നുള്ള റിക്വസ്റ്റ് എന്നാൽ അതേ ഗ്രാൻഡ് ചെയ്യൂ. അപ്പം മനുഷ്യനെ അങ്ങ് വിഡ്രോ ചെയ്യും. ഇന്ന് പല വീടുകളിലും സങ്കടകരമായ അവസ്ഥ നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു 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 ആമുഖം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയിലേക്ക് കിടക്കാം. അതുകൊണ്ടാണ് ഇവിടെ അയ്യപ്പ തത്വം വളരെ റിലവൻ്റ് ആകുന്നത്. ആദ്യം പറയുന്നു, എനിക്ക് മരണം വരരുത്, അത് സാധിക്കില്ല. ഞാൻ ദശഹി ധ്രുവം മൃത്യു ധ്രുവം ജന്മമൃതസ്യ, ജനിച്ചവർക്ക് മരണമുണ്ട്, അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹരിയും ഹരനും ക്രീഡിച്ചതിൽ നിന്നൊരു നന്ദനൻ ഉണ്ടാവണം. അപ്പൊ 2 മെയിൽ ഗോഡ്സ് ആണല്ലോ. തീർച്ചയായും അവരുടെ സംയോഗത്തിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് സുഖമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാം. ഇതായിരുന്നു മഹിഷിയുടെ ആദ്യത്തെ സങ്കല്പം. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു സംഗതി സംഭവിച്ചാൽ ആ വ്യക്തി സ്ട്രൈറ്റ് അവേ വന്ന് എന്നെ കൊല്ലരുത്. അങ്ങനെ ജനിക്കുന്നവൻ, ജാതനായ അവൻ 26 വത്സരം മർത്യദാസനായി മണ്ണിൽ വാഴണം. 12 വർഷം മർത്യന് ദാസനായിട്ട്, മനുഷ്യന് ദാസനായിട്ട് ആ ഭൂമിയിൽ വാഴണം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ കൊല്ലാൻ അനുവാദം ഉണ്ടാവൂ, അനുഗ്രഹം ഉണ്ടാവൂ എന്നുള്ള വരമാണ് മഹിഷി ആവശ്യപ്പെട്ടത്. ആ വരം കൊടുത്തു. ആ വരം കൊടുത്തത് കഴിഞ്ഞ ശേഷം ആ വരത്തിൻ്റെ എല്ലാ തണലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് മഹിഷി പിന്നീട് വളരെ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചത്. നമുക്ക് തന്നെ അറിയാം, ഈ ഹീനങ്ങളായ വരങ്ങൾ ചോദിക്കുന്ന ആളുകൾ, കൂട്ടിക്കെട്ടിയുള്ള വരങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകൾ പക്കാസ്വാർത്ഥന്മാരാണ്. അവർക്ക് അധർമ്മം ആചരിക്കാൻ സ്വന്തം ജീവിതം പ്രൊട്ടക്ട് ചെയ്യണം, ധർമ്മം ആചരിക്കാനല്ല ഇത്തരം ആളുകൾ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഹിരണ്യകശിപു. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സപ്തമസ്കന്ധത്തിലെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ഹിരണ്യകശിപു സതേപേ മന്ദരദ്രോണ്യം തപ പരമദാരുണം ഊർധ്വബാഹുർ നഭോ ദൃഷ്ടി പാദ അങ്കുഷ്ഠാശ്രിതാവനി. മന്ദര പർവ്വതത്തില് അങ്ങനെ പരമദാരുണമായിട്ടുള്ള തപസ്സാണ് അനുഷ്ഠിക്കുന്നത്. സപ്തമത്തിൽ അത് പറയുന്നുണ്ട്. എന്നിട്ടോ അങ്ങനെ ഒരു വിരൽ മാത്രം തറയിൽ മൂന്നിങ്ങനെ തപസ്സനുഷ്ഠിക്കുന്നു. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് വരം വേണ്ടത്? എന്നെ ആരും കൊല്ലരുത്. അത് സാധിക്കില്ല. അപ്പോൾ കുരുട്ടുബുദ്ധി പെട്ടെന്ന് വർക്ക് ചെയ്തു. പിന്നെന്താ പറഞ്ഞത്? യതിദാസ്യഭിമതാൻ വരാൻമേ വരദോത്തമ ഭൂതേഭ്യസ്ത്വദ് വിസൃഷ്ടേഭ്യോ മൃത്മാ ഭൂന്മമ പ്രഭോ നാന്തർബഹിർദിവാനക്തമന്യസ്മാദപി ജായുധൈഹി ഭൂമൗ നാംബരേ മൃത്യുർ നരൈർന മൃഗൈരപി വ്യസുഭിർവാ അസുമദ്ഭിർവാ സുരാസുരമഹോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകമത്യം ച ദേഹിനാം സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മനഃ തപോയോഗ പ്രഭാവാണാം എന്നരീഷ്യസി ഗർഹജ്. അവതാരത്തെ പറ്റി പറയുന്നുണ്ട്.
ഗഭർക്ഷേ കൃഷ്ണപഞ്ചമ്യാം തിഥൗ മന്ദസ്യ വാസരേ അളിലഗ്നേ അവമാസസ്യ അന്തേ ശുഭമുഹൂർത്തകേ ഉൽബഭൂവാതി തേജസ്വീ ഗുണവാൻ ഭൂതനായകഃ ജാതമാത്രേണ സമ്പൂർണ്ണ യൗവനേന സമന്വിത. ഇത് ഭൂതനാഥ ഉപാഖ്യാനം 3-ാം അധ്യായം 49-50 ശ്ലോകങ്ങളിലാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഇന്നലെ വരാത്ത ആളുകളുടെ അറിവിലേക്ക് ഒരു സംഗതിയും കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം. അയ്യപ്പ തത്വത്തിന്റെ ബേസ്, ധർമ്മശാസ്ത്രാവിന്റെ ഉത്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ബുക്ക് എന്ന് പറയുന്നത് ഭൂതനാഥ ഉപാഖ്യാനമാണ്. ആ ഭൂതനാഥ ഉപാഖ്യാനം 14,000 സംസ്കൃത ശ്ലോകങ്ങളുള്ള മൂലഗ്രന്ഥമാണ്. ആ മൂലഗ്രന്ഥം താരകം ഘോര സംസാര സാഗരസ്യതു താരകം കൈവല്യായാസ്തു യുഷ്മാകം വസ്തു ലോകൈക ശങ്കരം എന്ന ചോദ്യത്തിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ മറുപടിയായിട്ടാണ് ഈ 14,000 ശ്ലോകങ്ങൾ വരുന്നത്. ആ പുസ്തകം എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് 1958 വിദ്വാൻ കുറുമള്ളൂർ നാരായണപിള്ള എന്ന് പറയുന്ന മഹാത്മാവ് അദ്ദേഹം ആ പുസ്തകം സംഗ്രഹിച്ചു. ആ സംഗ്രഹിച്ച പുസ്തകം ഭൂതനാഥ സർവസ്വം എന്ന പേരിൽ കൊല്ലത്ത് ശ്രീരാമവിലാസം പ്രസാൻ ബുക്കെടുപ്പോ പബ്ലിഷ് ചെയ്തു. ഇപ്പോഴേ ഈ പുസ്തകം ഇപ്പോഴും കിട്ടാൻ ലഭ്യമല്ല. ഇതാണ് ഈ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ മൂലഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട സംസ്കൃത ശ്ലോകങ്ങളെല്ലാം അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ അയ്യപ്പതത്വം എന്ന് പറയുന്ന ഇതിൻ്റെ ബേസ്, സയൻറ്റിഫിക് ബേസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ അങ്ങനെ ജനിച്ച ഭഗവാൻ ജനന സമയത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അയ്യപ്പ ഭാഗവതത്തിൽ അത് നല്ല മനോഹരമായ മലയാള ഭാഷയിൽ പറയുന്നുണ്ട്. ഏറെ താമസിയാതെ രാജ്ഞിക്കും ഒരു പുത്രൻ ജനിച്ചു. രാജരാജൻ എന്ന പേരിൽ ആ കുട്ടിയും കൊട്ടാരത്തിൽ വളർന്നു വന്നു. സർവ്വവിദ്യകളും അഭ്യസിച്ച അയ്യപ്പനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് ഇഷ്ടപ്പെടാതിരുന്ന കൊട്ടാരം സിൽബന്ധികള് രാജ്ഞിയെ പറഞ്ഞിളക്കി അയ്യപ്പനെ തുരത്തുവാൻ പല പദ്ധതികൾ രൂപീകരിച്ചു. രാജ്ഞി മഹാരോഗം അഭിനയിച്ചു കിടന്നു. പുലിപ്പാൽ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം ശമിക്കുകയുള്ളൂ എന്ന് കള്ളവൈദ്യന്മാരെ വിധിച്ചു. അയ്യപ്പൻ അത് കേട്ടിട്ട് കാട്ടിലേക്ക് യാത്രയാവാൻ തുടങ്ങുന്നു. അപ്പോൾ രാജാവിന് സങ്കടം. കാരണം വളരെ തേജോമയനായ ആ പൂവിനേക്കാൾ ടെൻഡർ ആയിട്ടുള്ള ശരീരത്തോടു കൂടിയ ഈ കുട്ടി കാട്ടിൽ പോയി കഴിഞ്ഞിരുന്നാൽ അതിനെ മറ്റ് മൃഗങ്ങളൊക്കെ ആക്രമിക്കുകയില്ലേ? അതുകൊണ്ട് നീ സൈന്യത്തോടൊപ്പം പോകൂ എന്ന് മഹാരാജാവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. നല്ല രസകരമുള്ള ഒരു കണ്ടക്സ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ചിരിക്കുന്നു. എന്താ ചിരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹേ മഹാരാജൻ, ഒരാളുടെ കാലനക്കം കേട്ടാൽ തന്നെ ദുഷ്ടമൃഗങ്ങൾ പുലിയൊക്കെ ഓടി ഒളിക്കുന്നു. നമ്മൾ പുലിയെ പിടിച്ച് ഇവിടെ കൊണ്ടുവരാനല്ലേ പോന്നേ. അപ്പോൾ പടയോട് കൂടി ചെന്നാൽ പുലിയെല്ലാം ഓടിപ്പോകത്തില്ലേ? അപ്പം അത് മണ്ടത്തരമല്ലേ എന്ന് പറയുന്നു. അത് ശരിയാന്നല്ലോ. അവസാനം ഭഗവാന്റെ ദിവ്യമായ ദീപ്തമായ ആ മാസ്മര വലയത്തിൽപ്പെട്ടിട്ട് അനുമതി കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ആരംഭിക്കുന്ന ദിവ്യമായ യാത്ര അവിടെ ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. കഥയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കുക. അത് കൊടുങ്കാട്ടിലെത്തിയ അയ്യപ്പനെ വാപരൻ, ഈ വാപരൻ എന്ന് പറയുന്നത് ശിവഭൂതഗണങ്ങളിൽ ഒരാളാണ്. എന്നിട്ട് കടുശബ്ദൻ, വീരഭദ്രൻ, കൂപനേത്രൻ, കൂപകർണൻ തുടങ്ങിയ ഭൂതഗണങ്ങള് ശിവഭഗവാന്റെ സങ്കല്പപ്രകാരം അവിടെ തത്രാഗതാശ ബഹവ മുനയ സാത്വികാമത എന്ന് പറഞ്ഞ ശ്ലോകങ്ങൾ അവിടെ അങ്ങനെ കുറെ പറയുന്നുണ്ട്. എല്ലാം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അവൻ നിർത്തുകയാണ്. എന്നിട്ട് അവരെല്ലാവരും വനത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷാൽ ധർമ്മശാസ്താവിനെ അവിടെ എത്തിയിട്ട് അവരാരാധിക്കുകയാണ്. എന്നിട്ട് തത്രാഗതാശ ബഹവ താപസ ഭക്തിശാലിന ചക്രിതേ വിധിനാ ഭക്യ ഭൂതനാഥസ്യ പൂജനം. പമ്പയിൽ നിന്ന് 10 കാതം അകലെ തപോബലത്താൽ ഒരു മന്ദിരം നിർമ്മിച്ച് രത്നസിംഹാസനത്തിലിരുത്തി ഹരിഹരപുത്രനെ അവർ ആരാധിച്ചു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് കഴിഞ്ഞ ശേഷം മഹിഷിയുമായിട്ട് അയ്യപ്പൻ ഘോരയുദ്ധം നടത്തി. യുദ്ധാന്ത്യത്തിൽ അഴുതയിലേക്ക് വീണ് മഹിഷി മരിച്ചു. എന്നിട്ട് മഹിഷി രൂപഗ്രസ്തയായിരുന്ന ലീല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീല ശാപം കിട്ടിയ ആ മഹിഷി രൂപധാരണിയായിരുന്ന ലീല പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ആർക്കാണ് എൻ്റെ ഈ ശരീരത്തിൽ ഇത്രയും പ്രചണ്ഡമായ പരുക്ക് പറ്റുന്ന രീതിയിൽ നൃത്തം ചെയ്യാൻ സാധിക്കുക? ആർക്കും അടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇത് അതിഭയങ്കരമായിരിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം തളർന്ന് അവശയായ ലീലയ്ക്ക് അവിടെ ഭഗവാൻ ദിവ്യമായ ദർശനം നടത്തുന്നു. ദിവ്യമായ ദർശനം കാരുണ്യപൂർവ്വം അനുവദിച്ചു കൊടുക്കുന്നു.
ശിവ വിഷ്ണു ഭാവങ്ങളെ ആദ്യം പ്രകടിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സംഗമിത രൂപം, ആ സംഗമിത രൂപം അവിടെ കണ്ടിട്ട് മനസ്സിലാകുന്നു. എന്നിട്ട് ആ ശരീരം, ഹീനമായ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഭഗവാന്റെ ചടുലമായ താണ്ഡവം കൊണ്ട് രക്ഷപ്പെടുന്നു. ഭൂതനാഥന്റെ മായാശക്തിയാണ് താൻ എന്ന ബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് ആ ഭൂതനാഥന്റെ മായാശക്തിയായിട്ട് തന്നെ സ്വീകരിക്കണം എന്ന് അങ്ങോട്ട് അപേക്ഷിക്കാൻ അവിടെ ഭഗവാൻ പറയുന്നൊരു മറുപടിയുണ്ട്. ഭദ്രേ തോമസ കല്യാണി മത്ശക്തി രവി കന്യകേ ജന്മനാ ബ്രഹ്മചാരിത്വം മമേഹാസ്മി ശുചിസ്മിതേ തസ്മാത്വം സഹജാ ഭൂത്വാ മാമകം മന്ദഗാമിനി അഖ്യാമഞ്ചമാതേതി നിർജ്ജരൈരപി പൂജിത മത് വാമഭാഗതോ കിഞ്ചിത് ദൂരമാശ്രിത്യ ഭൂതലേ വസ വാമോരു ഭക്താനാം സുഖദേ സുസ്മിതാനനെ. ഇത് ഭൂതനാഥോപാഖ്യാനം 4-ാം അധ്യായം 68 മുതൽ 70 വരെ ശ്ലോകങ്ങളായിട്ട് പറയുന്നത്. ഭഗവാൻ എന്ത് ബഹുമാനത്തോടെ സംബോധന ചെയ്യുന്നതെന്ന് തന്നെ മനസ്സിലാക്കുക. ഭദ്രേ എന്നാണ് വിളിക്കുന്നത്, ബഹുമാനത്തോടെ. ഭദ്രമായവളെ, ശ്രേഷ്ഠയായവളെ. അല്പം മുമ്പ് സർവ ലോകത്തെയും വിറപ്പിച്ച് ഹീനകർമ്മങ്ങൾ ആചരിച്ചിരുന്ന ആളാണ്. ആ ഹീനബുദ്ധിയിൽ നിന്ന് ഭഗവാന്റെ സ്പർശം കൊണ്ട് തന്നെ എല്ലാ മാലിന്യങ്ങളും നീങ്ങി ഭദ്രത്വം, ശ്രേഷ്ഠത്വം അത് പ്രാപിച്ചു. അത് തിരിച്ചറിയുന്ന ഭഗവാൻ ഭദ്രേ തോമസ കല്യാണി മത് ശക്തി രവി കന്യകെ, നീ എൻ്റെ ശക്തി അംശം തന്നെയാണ്. പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞത് ഭാര്യാഭർത്തൃഭാവത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷേ പറ്റത്തില്ല. കാരണം ജന്മനാ ബ്രഹ്മചാരിത്വം മമേഹാസ്മി ശുചിസ്മിതേ. ഈ അവതാരം എൻ്റേത് സമ്പൂർണമായ ബ്രഹ്മചര്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഈ അവതാര ഘട്ടത്തിലെ ഭൂതനാഥ ഭാവത്തിലെ എൻ്റെ ഈ അവതാരം ബ്രഹ്മചര്യാനിഷ്ഠമായതിനാൽ സഹോദരി ഭാവത്തിൽ നീയെ പ്രപഞ്ചമാതാവായിട്ട് തന്നെ, കേവലം ഒരു കുട്ടിയുടെ മാതാവായിട്ടല്ല, നീ പ്രപഞ്ചത്തിൻ്റെ മാതാവായിട്ട് തന്നെ ജീവിച്ചോളൂ. അതിനെയാണ് ചുരുക്കി പറഞ്ഞിട്ടാണ് ഈ മഞ്ചമാത എന്ന് പറയുന്നത്. നീ പ്രപഞ്ചത്തിന്റെ മാതാവായിട്ട് തന്നെ നീ വാമഭാഗത്തോ കിഞ്ചിത് ദൂരമാശ്രിത്യ ഭൂതലേ. ഇതാണ് ബേസിക്കലി ഉള്ള സങ്കല്പം. അവിടെ മാളികപ്പുറത്തമ്മ എന്ന സങ്കല്പം, ദേവീഭാവത്തിൽ വരുന്ന സങ്കല്പം ഇതാണ്. എനിക്ക് വളരെ വളരെ സങ്കടം തോന്നി. കാരണം ഏതാണ്ട് 1983 കഴിഞ്ഞ ശേഷം അതിഭയങ്കരമായൊരു സൈബർ ലെവൽ അറ്റാക്കിലാണ് ശബരിമലയെ തകർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നത്. ഇത് ചെറിയ പ്രവർത്തനങ്ങളല്ല. നിങ്ങൾ യൂട്യൂബിൽ പോയാൽ മതി, കേട്ടുകേൾവി പോലും ഇല്ലാത്ത എത്ര പോയിസണസ് കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കഥ ഉണ്ടാക്കുക, ഇതേ ടീം തന്നെ അടുത്ത കഥ ഉണ്ടാക്കുക, ഇതേ ടീം തന്നെ മൂന്നാമത് കഥ ഉണ്ടാക്കുക, സെയിം ടീം തന്നെ 5-6 കഥകൾ ഉണ്ടാക്കി പരസ്പര വിരുദ്ധമായിട്ട് ഏറ്റവും ഹീനമായ രീതിയിൽ പറയുക. അതായത് ഇത് കേട്ട് കഴിഞ്ഞിരുന്നാൽ ആളുകളുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരണം, ഇതിലേതാണ് സത്യം ഏതാണ് കള്ളം, ഒരു പിടിയില്ല. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രതലത്തിൽ ഹത്യ നടത്തി സർവത്ര നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കാട്ടുവള്ളി ഇങ്ങനെ പടർന്നു കയറുന്നു. എങ്ങനെ നുള്ളിപ്പറിച്ച് കളഞ്ഞു കഴിഞ്ഞിരുന്നാലും പിറ്റേ ദിവസം അതിനേക്കാൾ ശക്തിയായിട്ട് വളർന്നു കയറുന്നു. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ഇത് എവിടെ നിന്ന് വളരുന്നു എന്ന് നോക്കും. അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ മൂടങ്ങ് വലിച്ചു പിഴുത് കളഞ്ഞാലേ പിന്നെ അത് വളരുമോ? ഇല്ല. ഇതുപോലെ അയ്യപ്പ തത്വത്തിന്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് ഭക്തരുടെ വിശ്വാസമാണ്. അപ്പോൾ ആ ഭക്തരുടെ വിശ്വാസത്തെ തകർക്കുക, ആ വിശ്വാസത്തെ തകർക്കാൻ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിത് ഒരു 1984-85 പീരീഡ് മുതൽ നമ്മുടെ നിലയ്ക്കൽ സമരകാലം മുതൽ ഞാൻ അന്ന് ആശ്രമത്തിൽ താമസിക്കുകയാണ്. സ്വാമിയുടെ കൂടെ ബ്രഹ്മചാരിയായിട്ട് താമസിക്കുന്ന സമയത്ത് ഇത് വളരെ ഒരു റിസർച്ച് പേപ്പർ പോലെ എടുത്ത്, എൻ്റെ ഒരു സബ്ജക്റ്റ്, എൻ്റെ ലൈഫ് പേപ്പർ പോലെ ഞാൻ എടുത്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് 10, 45, 50 വർഷമായിട്ട്. അപ്പം ഇതിനകത്ത് വന്നിട്ടുള്ള ഭാവവ്യത്യാസം മൊത്തവും ഏതാണ്ടൊരു 2015 കഴിഞ്ഞിട്ടാണ് കള്ളക്കഥകൾ പടച്ചു വിടുക. ആ കള്ളക്കഥകൾ പടച്ചു വിട്ടിട്ട് മനുഷ്യന്റെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. ഒന്നുകിൽ ഇത് കളഞ്ഞേച്ചു പോകും, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ലെവലിലേക്ക് ഇത് പോകും. ഈ രീതിയിൽ കൂടെയുള്ളൊരു വളരെ ഹീനമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കുക. പറഞ്ഞു പിടിപ്പിക്കുന്നതിന്റെ ഓരോ വൃത്തികേട് എനിക്ക് ഇതിനപ്പുറം ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇത്രയും അമ്മമാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് യാതൊരു നാണവുമില്ലാതെ കൊണ്ടുവന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഈ രീതിയിൽ കൂടെയുള്ള ഏറ്റവും ഹീനമായ ഒരു അറ്റാക്കിന്റെ ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ബേസിക് ബുക്കായിട്ട് ഇത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ക്രിസ്തുമതത്തെ പറ്റി പഠനം നടത്തുന്നു. ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ബൈബിളാണ്. ആ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാർജ് വോളിയം ഉണ്ട് ലിറ്ററേച്ചർ.
അതാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന പശ്ചാത്തലം. ഇനി ഇസ്ലാം മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 4 സംഗതികളാണ് ഇസ്ലാം മതത്തിന്റെ ബേസിക് പശ്ചാത്തലമായിട്ട് വരുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഏകശിലാ ഖണ്ഡമല്ല ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. ആ ശരീഅത്ത് നിയമം എന്ന് പറയുന്നതിന്റെ 4 ബേസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത് ഖുർആൻ, രണ്ടാമത്തേത് സുന്ന, മൂന്നാമത്തേത് ഇജ്മ, നാലാമത്തേത് ഹദീസ് എന്നുള്ളത് പറയും. ഞാൻ സൂചിപ്പിച്ചു വന്നത് അയ്യപ്പ തത്വത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അയ്യപ്പ തത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതാണ് ഇതിന്റെ സംഗതി. എന്നിട്ട് പഞ്ചമാതേതി നിർജ്ജരൈരവി പൂജിത. നിർജ്ജരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാര് പോലും നിന്നെ പൂജിക്കും, അതാണ് നിന്റെ മഹത്വം. അങ്ങനെയുള്ള മഹത്വം ലീലയ്ക്ക് ആരോപിച്ചു കൊടുത്തിട്ട് അതിനുശേഷം അയ്യപ്പൻ അവിടെ നിന്ന് വലിയ സംഘം പുലികളുമായിട്ട് രാജധാനിയിലെത്തി. അപ്പോൾ ഗൂഢാലോചനക്കാരെല്ലാം മാപ്പിരക്കുന്നു. അവസാനം ഭഗവാൻ തൻ്റെ ദിവ്യസ്വരൂപം അവിടെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ സമയം കഴിഞ്ഞു. 12 വയസ്സാകുന്നു ആ സമയമായപ്പോഴേക്ക്. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ശരീരത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അങ്ങേ എനിക്ക് ദർശിക്കണം, എപ്പോഴും എനിക്ക് അവിടുത്തെ ദിവ്യമായ ദർശനം കിട്ടണം എന്ന് പറയുന്നു. അതിന് ഒരു പ്രശ്നമില്ല. അവിടെ നിന്നിട്ട് ആ ദിവ്യശരം പ്രയോഗിക്കുന്നു. അവിടെ ക്ഷേത്രം പണിയുക, അവിടെ വന്ന് കണ്ടുകൊള്ളുക. എന്നിട്ട് പന്തളത്തെ രാജാവിന് നിർദ്ദേശം നൽകുന്നു. എന്നിട്ട് ഭൂതനാഥ ഉപാഖ്യാനം 10-ാം അധ്യായം 73 മുതൽ 78 വരെ വിശദമായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എൻ്റെ പൂർവ്വഭാഗത്ത് ആ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിന് 18-ാം പടി നിർമ്മിക്കേണ്ടതിൻ്റെ വിധിയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. പൂർവ്വേ അഷ്ടാദശാനിഭൂ 18 പടികൾ അവിടെ നിർമ്മിക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും കണ്ടൻസ് പറഞ്ഞു വെച്ചിരിക്കുന്നു. പഞ്ചഭൂതാന്യ അഷ്ടരാഗാൻ വിദ്യ അവിദ്യാൻ ഗുണത്രയാൻ. പഞ്ചഭൂതങ്ങള്, അഷ്ടരാഗങ്ങള്, വിദ്യ അവിദ്യ ഗുണത്രയം. അപ്പൊ പഞ്ചഭൂതങ്ങള് പൃഥ്വി വായു ആകാശങ്ങള്. നമ്മൾ 18-ാം പടി ചവിട്ടുമ്പോൾ ആദ്യത്തെ 5 പടികളെന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ പൃഥ്വി, അപ്പോ തേജസ്, വായു, ആകാശം. പഞ്ചഭൂതാന്യ അഷ്ടരാഗാൻ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ഐശ്വര്യം, ഡംഭം, അജ്ഞത. അതിൽ വരുന്ന 8 എണ്ണം. അപ്പോൾ 8 + 5 13. പഞ്ചഭൂതാന്യ അഷ്ടരാഗാൻ വിദ്യ അവിദ്യാൻ, വിദ്യയും അവിദ്യയും. അപ്പം 15ആയി. പിന്നെ ഗുണത്രയാൻ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 18 എണ്ണത്തിനെ ചവിട്ടി ഇവയ്ക്കും മുകളിൽ എത്തിയിട്ട് ആരുഹ്യ പശ്യതി മുദം മല്ലിംഗം ഭക്തിമാന്നര. അതാണ് അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. അതായത് അവിടെ വന്നിട്ട് എൻ്റെ ഈ ദിവ്യമായ ഭാവത്തെ വളരെ ഭക്തിയോടുകൂടെ ഉപാസിച്ചിട്ട് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടെ ഭക്തിമാനായ നരൻ അവിടെ വന്നിട്ട് എൻ്റെ ഈ ദിവ്യമായ മല്ലിംഗം ഭക്തിമന്നര. ആ ലിംഗ ശബ്ദത്തിന്റെ അർത്ഥം ലിഗു ധാരയത എന്നാണ്. ടു ഡിനോട്ട്, ടു കണ്ടെയ്ൻ, ടു എക്സ്പ്രസ് എന്നാണ് ലിംഗ ശബ്ദത്തിന്റെ അർത്ഥം. നമ്മളെ ശിവപുരാണത്തിൽ അത് വളരെ വിശദമായിട്ട് ശിവപുരാണ യജ്ഞശാലകളിൽ പറയേണ്ടി വരും. ലീയത്തെ ഗമയത്തെ ഇത് ലിംഗ, ലീയത്തെ ഗമയത്തെ ഇത് ലിംഗ, ലീയത്തെ ഗമയത്തെ ഇത് ലിംഗ. ലയിക്കുന്നു, ഗമിക്കുന്നു, ലയിക്കുന്നു, ഗമിക്കുന്നു. ഇത് എനർജി ഫ്ലോയുടെ ചാർട്ടാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തവും എനർജി ഫ്ലോയുടെ കണ്ടന്റഡ് ഫോർമാറ്റ് ആണ് നടരാജൻ. അതുകൊണ്ടാണ് നടരാജ സ്വരൂപത്തെ നമ്മൾ നൃത്തം ചെയ്യിപ്പിക്കത്തില്ലേ? നടരാജ നടരാജ നർത്തന സുന്ദര നടരാജ. അത് ഓസ്ട്രേലിയയിലെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തൊരു സബ്ജക്റ്റ്, ഹൗ ടു ലീഡ് എ ഹാപ്പി ലൈഫ്. ഹൗ ടു ലീഡ് എ ഹാപ്പി ലൈഫ്, എങ്ങനെ ഒരു സന്തോഷപൂർണ്ണമായ ജീവിതം നയിക്കാം. എന്നിട്ട് ഞാനൊരു 12 ക്വസ്റ്റ്യൻസ് ആദ്യം അങ്ങോട്ട് എഴുതി വായിച്ച് കേൾപ്പിക്കുക. ഇഫ് റിച്ച്നെസ്, സമ്പത്താണ് സമ്പത്തിന്റെ പ്രധാന കാരണമെങ്കിൽ റിച്ചസ്റ്റ് മാൻ ഷുഡ് ബി ദ ഹാപ്പിയസ്റ്റ് മാൻ, അല്ലേ? അല്ലേ? പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്, അതാണ് ബേസിക് പാരാമീറ്റർ എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തടിമാടനായിരിക്കും ഏറ്റവും വലിയ സമ്പന്നനായ ആൾ. അങ്ങനെയാണോ? അല്ല. പിന്നെ ഏറ്റവും വലിയ നോളജ് പല ഏരിയയിലും ഉണ്ട്, അതുള്ള ആളാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉള്ള ആളെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. Then what is the basic parameter to measure happiness? എന്താണ് പിന്നീട് യഥാർത്ഥത്തിലെ ആനന്ദം മെഷർ ചെയ്യാനുള്ള ബേസിക് പാരാമീറ്റർ? തെറ്റില്ലാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ എന്താണ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പാരാമീറ്റർ വേണ്ടേ, മാനദണ്ഡം വേണ്ടേ? മാനദണ്ഡം തെറ്റിപ്പോയാൽ എല്ലാം തെറ്റിയില്ലേ? അപ്പോൾ ആ മാനദണ്ഡം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അന്നമയകോശം, പ്രാണമയകോശം,
മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ പഞ്ചകോശി സയൻസ്, അതാണ് ഭാരതത്തിൻ്റെ ശാസ്ത്രം. ആ പഞ്ചകോശ സിദ്ധാന്തത്തിൽ അന്തർഗതമായിരിക്കുന്ന ചെറിയൊരു പഴയ പാട്ടും കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ആ പരമപ്രകാശത്തെ കണ്ടെത്തുവാനുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആത്മാന്വേഷണമാണ്. അത് വെളിയിൽ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. അതൊരു വലിയ വിഷയമാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഏകതത്വത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. യസ്താജ്യതയെന്ന് ഉപശ്രേഷ്ഠ സമം പശ്യതി നിർഗുണം തദ്വദ അഷ്ടാദശാന്യാഥ സോപാനാനി മഹാമതേ. 10ാം ഭൂതനാഥോപാഖ്യാനം 10ാം അധ്യായം ശ്ലോകം 20-21 ഇതങ്ങോട്ട് പറഞ്ഞു വെച്ചേക്കുന്നത്. ആരാണോ മേൽപ്പറഞ്ഞ 18നെയും താണ്ടി ഗുണാതീതമായ ആനന്ദസ്വരൂപനായ, ആ ഒരു പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. ആനന്ദസ്വരൂപനായ എന്നെ തീവ്ര സങ്കല്പത്തോടെ പ്രാപിക്കുന്നത് അവൻ അനുഗ്രഹീതനായി തീരും. എന്നിട്ട് വേറൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ബ്രഹ്മചര്യാദി നിയമഹീനാനാം മമ ദർശനം വിഫലം ത്വാപണഗതോ നിർധനോ ഹി യഥാ തഥാ. ബ്രഹ്മചര്യാദി നിയമഹീനാനാം മമ ദർശനം. ബ്രഹ്മചര്യ നിഷ്ഠ പാലിച്ച് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം പാലിക്കാതെ അവിടെ കയറി വരുന്നവന് വിഫലം ത്വാപണഗതോ നിർധനോ ഹി യഥാ തഥാ. ഒരു വലിയ ഒരു ഷോപ്പിംഗ് മാള്, അവിടെ നമ്മൾ പോകുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു വെള്ളി നാണയം പോലും ഇല്ല, ഒരു പൈസ ഇല്ല. നല്ല പ്രയോജനമുണ്ടോ? നായ ചന്തയിൽ പോയെന്ന് പറയുന്ന ഇതുപോലെ വിഫലം ത്വാപണഗതോ. ഭക്തിയില്ലാത്തവൻ എൻ്റെ പദത്തിൽ വന്നു കഴിഞ്ഞിരുന്നാൽ വിഫലം ത്വാപണഗതോ നിർധനോ ഹി യഥാ തഥാ. നിർധനനായിട്ടുള്ള ഒരുവൻ ചന്തയിൽ പോയി എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രഹ്മചര്യാദി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം എന്നെ പ്രാപിക്കുവാൻ വരാം. എന്നിട്ട് ഭഗവാൻ തന്നെ പറയുന്നു, പന്തളത്ത് രാജാവിന് കൊടുക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ദിനം. അവിടുത്തെ ദർശനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഏതാണെന്ന് പന്തളത്തെ രാജാവ് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയുണ്ട്. എന്താ പറയുന്നത്? പുണ്യേ മകരസംക്രാമദിനേ ദിനമണൗധവം മല്ലിംഗ ദർശനം ദാത വിശേഷഫലദായകം. പുണ്യേ മകരസംക്രാമദിനേ ദിനമണൗധവേ. ഈ മകര സംക്രമ ദിനത്തില് മല്ലിംഗ ദർശനം താതാ വിശേഷ ഫലദായകം. കേവല ഫലമല്ല, വിശേഷ ഫലദായകമാണ് എന്ന് പറഞ്ഞിട്ട് ആ ദിവസം തന്നെ എന്നെ വന്ന് ദർശിക്കുന്നവന് അപാരമായ പുണ്യം ലഭിക്കുന്നു, ഫലം ലഭിക്കുന്നു. ഈ 41 ദിവസത്തെ വ്രതാചരണത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? എന്താണ് ഈ 41 ദിവസത്തിന്റെ പ്രത്യേകത? ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആചരണ പദ്ധതിയുണ്ട്. ആ ആചരണ പദ്ധതി പ്രകാരം കേരളക്കരയിലെ ഭക്തന്മാരായിട്ടുള്ള ആളുകള്, മലയാളികള്, നമ്മൾ 2 കലണ്ടർ സൈമിൾട്ടേനിയസ്ലി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഒന്ന് സോളാർ കലണ്ടർ, 2 ലൂണാർ കലണ്ടർ. അതിൽ സോളാർ കലണ്ടർ ആ സൗരമാസ സംവിധാനം അനുസരിച്ച് 365 ദിവസം ഫിക്സഡ് ഡേയ്സ്. നേരെ മറിച്ച് ചന്ദ്രമാസ കലണ്ടറിലേക്ക് പോകുമ്പോൾ 27 കൃത്യകളാണ്. അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം തിരുവാതിര എന്ന് പറഞ്ഞിട്ട് 27 കൃത്യകൾ ഇൻറ്റു 12, അത് 324. അപ്പോൾ ഈ 365 മൈനസ് 324 ഈ 41. അപ്പം ഈ 41 ദിവസത്തെ ഡെഫിഷ്യൻസി ഒരു വർഷത്തിൽ വരുന്നു. ആ 41 വർഷത്തെ ഡെഫിഷ്യൻസി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ആദ്യത്തേത് ബ്രഹ്മചര്യം, രണ്ടാമത്തേത് ഉത്തമ വ്രതാചരണം, 3 സത്സംഗം, 4-മത്തേത് അന്നദാനം, അതുപോലെയുള്ള സംഗതികൾ, 5-മത്തേത് ഏറ്റവും പ്രധാനം തീർത്ഥാടനം. അപ്പോൾ ഈ 41 ദിവസത്തും നമുക്ക് ഈ ആചരണം കൊണ്ട് ഈ രീതിയിൽ കൂടെ നമ്മുടെ മനസ്സിനെ അത്യുത്തമമായ ദേവത്വത്തിൻ്റെ തലത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകുവാനുള്ള ഒരു തപസ്സിൻ്റെ ഘട്ടമായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, മനസ്സിലായല്ലോ, സാമാന്യേന മനസ്സിലായല്ലോ. ഇനി ഞാനത് പരത്തി പറയണ്ടല്ലോ. ഇനി രസകരമായൊരു ചോദ്യം, സിമ്പിളായിട്ട് മറുപടി എല്ലാവരും പറഞ്ഞാൽ മതി. നമ്മൾ ശിവനെ പൂജിക്കുന്നു, വിഷ്ണുവിനെ പൂജിക്കുന്നു, മുരുകനെ പൂജിക്കുന്നു, ആഞ്ജനേയസ്വാമിയെ പൂജിക്കുന്നു, അങ്ങനെ പല ദേവതാഭാവങ്ങളെ ഉപാസിക്കുന്നു. ഏതെങ്കിലും ഒരു ദേവതയുടെ കെയർ ഓഫിൽ ഇതുപോലെ 41 ഡേയ്സ് വ്രതാചരണം നമ്മൾ ആചരിക്കുന്നോ? അയ്യപ്പൻ്റെ കാര്യത്തിലെ പോലെ ഉണ്ടോ? ഇല്ല. അതാണ് അയ്യപ്പ തത്വ ആചരണത്തിൻ്റെ യോഗശാസ്ത്രം. അയ്യപ്പ യോഗശാസ്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം M.R. രാജേഷ് എഴുതിയ യോഗിക് സയൻസിൻ്റെ ബേസിൽ എഴുതിയൊരു പുസ്തകമുണ്ട്. മാതൃഭൂമി പബ്ലിഷ് ചെയ്ത പുസ്തകം. മനോഹരമായിട്ട് അതിൻ്റെ ആ പ്രാധാന്യം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് ഞാൻ ശ്രീകണ്ഠേശ്വരത്തെ പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ ആയുർവേദ കോളേജ് പ്രിൻസിപ്പലായിരുന്ന
പിൽക്കാലത്ത് നമ്മുടെ ആയുർവേദ ഡയറക്ടറായ ഡോക്ടർ ശങ്കരൻകുട്ടി സാറ് അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചു, വേറൊരു സംഗതി കൂടെ പറഞ്ഞു തരാം, അതും കൂടെ ഉൾക്കൊള്ളൂ. അപ്പോൾ അതും 41. അപ്പം ഞാൻ പറഞ്ഞു വലിയ സന്തോഷമായി, മനസ്സിൽ ലഡ്ഡു പൊട്ടി, അതൊരു പുതിയ കൺസെപ്റ്റ് കിട്ടുമല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നു, നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ചൈതന്യമായിട്ട് രൂപാന്തരപ്പെടുന്നത് 41 ദിവസം കൊണ്ട്. എന്നിട്ട് അതിന് ഏറ്റവും വിശിഷ്ടമായ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന ഗ്രന്ഥം, അതിലെ സൂത്രസ്ഥാനം അവിടെ 1-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹം ശ്രീകണ്ഠേശ്വരം പടിഞ്ഞാറേ നടയിൽ നിന്നിട്ട് അവിടെ പറയുന്നത്, ഹരി ഒരു കാര്യം ചെയ്യും, നാളെ ഒരു 3 മണി കഴിഞ്ഞ് ആയുർവേദ കോളേജിലോട്ട് ഞാൻ പുസ്തകങ്ങൾ എടുത്ത് കൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത ദിവസം പോയി 3 മണി കഴിഞ്ഞ്, അപ്പോഴേ സാറ് ഫ്രീ ആവത്തുള്ളൂ. അവിടെ ചെന്നു കണ്ടു. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് അവിടെ ആയുർവേദ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകം, അതിൽ അഷ്ടാംഗ ഹൃദയം സൂത്രസ്ഥാനം, അതിൽ 1-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഞാൻ ആ കൊട്ടേഷൻ അതുപോലെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ത്രിദോഷങ്ങളും സപ്തധാതുക്കളും മൂത്രപുരീഷ സ്വേദങ്ങളാകുന്ന 3 മലങ്ങളും കൂടിയ 13 എണ്ണമാണ് ദേഹധാതുക്കൾ. ഈ 13 എണ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന സംഗതികളുടെ ആയാമ വ്യായാമ ക്രമമാണ് ജീവിതം. ഇതില് മഹാസ്രോതസ്സിൽ കൂടെ, മഹാസ്രോതസ് എന്ന് വെച്ചാൽ വായിൽ കൂടെ ഭക്ഷണം സഞ്ചരിക്കുമ്പോൾ 3 ദോഷങ്ങളുടെയും വാദം പിത്തം കഫം മൂർത്തിമത്തായ പ്രവർത്തനം കാണാം. മധുരം പുളി ഉപ്പ് കയ്പ് എരിവ് ചവർപ്പ് എന്ന് 6 രസങ്ങളാണ് ദ്രവ്യങ്ങളിലുള്ളത്. ഭക്ഷണം ദ്രവിച്ചു കഴിയുമ്പോൾ ഇവ മധുരം പുളി എരിവെന്ന 3 രസങ്ങൾ മാത്രമായിട്ട് പരിണമിക്കുന്നു. ഈ 3 എണ്ണത്തെയാണ് വിഭാഗ രസങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ മധുരരസം കഫത്തെയും പുളിരസം പിത്തത്തെയും എരിവ് രസം വാദത്തെയും വർദ്ധിപ്പിക്കും. കഫസ്ഥാനമാണ്. അവിടെയുള്ള കഫനങ്ങളായ സ്രവങ്ങൾ ആഹാരത്തോട് സമ്മേളിച്ച് മധുരരസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൺവെർട്ടിങ് സ്റ്റാർച്ച് ഇൻറ്റു ഷുഗർ തന്നെത്താൻ പോഷിപ്പിക്കപ്പെടുന്നു. ആഹാരം മധ്യസ്ഥാനത്തെത്തുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന പിത്തം അമ്ലരസമുള്ള സ്രവങ്ങൾ ഉപയോഗിച്ച് അമ്ലരസം സ്വീകരിച്ച് പുഷ്ടപ്പെടുന്നു. പിന്നീട് അധസ്ഥാനത്തുള്ള വായു ബാഷ്പരൂപത്തിൽ, അതിലെ നമ്മൾ വളറ്റൈൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്, കാടുതിക്ത കഷായങ്ങൾ ഉൾക്കൊള്ളുന്ന എരിവുരസം സ്വീകരിച്ച് പുഷ്ടി പ്രാപിക്കുന്നു. ആമ പക്വാശയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ മഹാസ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ത്രിദോഷങ്ങൾ ഇങ്ങനെ സ്വയം തൃപ്തിപ്പെട്ടതിന് ശേഷം രസധാതുവിൽ പ്രവേശിക്കുകയും ക്രമേണ ദേഹം മുഴുവൻ സഞ്ചരിച്ച് അതാത് അംഗങ്ങളെ പരിപോഷിപ്പിച്ച് ക്രമേണ ശക്തി ക്ഷയിച്ചാൽ തിരികെ മഹാസ്രോതസ്സിലേക്ക് തന്നെ വീണ്ടും പുനരുജ്ജീവനത്തിനായിട്ട് റീചാർജിങ്ങിനായിട്ട് മടങ്ങിയെത്തുകയും ചെയ്യുന്നു. ത്രിദോഷങ്ങളുടെ ഈ നിരന്തര പ്രക്രിയയാണ് ജീവാവസ്ഥ എന്ന് പറയുന്നത്. എന്താ ഭഗവാനെ, ഞാനിത് വായിച്ചിട്ട് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. എത്ര തവണ വായിച്ചു കഴിഞ്ഞിട്ടാണിത് മനസ്സിലാവുന്നതെന്നറിയാമോ? എന്നിട്ട് ഇതിൻ്റെ മോഡേൺ മെഡിസിനും നമ്മളുടെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നതും തമ്മിൽ ഡിറ്റോ പാരലായിട്ട് കൊടുത്തിരിക്കുന്നു. അതും കൂടെ ഒന്ന് കേൾക്കൂ. അതായത് രക്താദി സപ്തധാതുക്കളാണല്ലോ ശരീരത്തിൻ്റെ അഥവാ പിണ്ഡത്തിൻ്റെ സമൂർത്ത ഘടകങ്ങൾ. ഇവയെ രസം, ആയുർവേദത്തിലെ രസം എന്ന് പറയുന്നു. അതിനെ ലിംഫാറ്റിക് സിസ്റ്റം എന്നാണ് സായിപ്പിന്റെ ഭാഷയിൽ പറയുന്നത്. മോഡേൺ മെഡിസിനിലെ രക്തം ബ്ലഡ് ആൻഡ് വാസ്കുലർ സിസ്റ്റം, മാംസം മസ്കുലർ സിസ്റ്റം, മേധസ് അഡിപോസ് ടിഷ്യൂ, അസ്ഥി സ്കെലിറ്റൽ സിസ്റ്റം, മജ്ജ മാരം, ശുക്ലം ജെനിറ്റൽ സിസ്റ്റം. ഇങ്ങനെ മനസ്സിലാക്കാം. ഇതിൽ ഒരു വ്യത്യാസവും ഇല്ല. പുതിയതായിട്ടൊരു സിസ്റ്റം കണ്ടുപിടിക്കാൻ സായിപ്പിന് സാധിച്ചിട്ടുമില്ല. എത്ര എത്ര ഗംഭീരമാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ ശേഷം ഇവ ഓരോന്നും അടുത്തതിനെ 7 days ഗ്യാപ്പിൽ വിട്ടിട്ട് പ്രൊമോട്ട് ചെയ്ത് പോകുന്നതും കൂടെ സുശ്രുതാചാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്ന സുശ്രുത സംഹിതയിലെ 14-ാം ഖണ്ഡത്തിലെ 7-ാം ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചേക്കുന്നു. എന്താ പറഞ്ഞു വെച്ചേക്കുന്നത്? രസാതിരക്ത തതോ മാംസാൻ മേധ പ്രജായത്തെ മേധസോ അസ്ഥി തഥാ മജ്ജ ശുക്ലസ്യ സംഭവ. രസാതിരക്ത തതോ മാംസാൻ മേധ പ്രജായത്തെ മേധസോ അസ്ഥി തഥാ മജ്ജ ശുക്ലസ്യ സംഭവ. ഞാനത് വായിക്കാം. രസധാതു രക്തധാതുവിനെയും രക്തം മാംസധാതുവിനെയും മാംസം മേധസ്സിനെയും മേധസ് അസ്ഥിയെയും അസ്ഥി മജ്ജയെയും മജ്ജ ശുക്ലത്തെയും സൃഷ്ടിക്കുന്നു. ഇതൊക്കെ എടുക്കുന്ന ടെൻറ്റേറ്റീവ് ടൈം 7 days ഗ്യാപ്പാണ്. എന്നിട്ട് അന്നരസത്തിന് ജഠരാഗ്നി സംയോഗം കൊണ്ട് പാകം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കഫം ജനിക്കുന്നു. ഈ കഫം അന്നത്തിൻ്റെ മലമാണ്. ശേഷിച്ചിട്ടുള്ള സാരാംശം സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും 2ആയി തിരിയുന്നു. അതിൽ സ്ഥൂലാംശം രസധാതു തന്നെ, സൂക്ഷ്മാംശം രക്തധാതുവായിട്ട് പരിണമിക്കുന്നു. രക്തത്തിൽ നിന്ന് ധാതു അഗ്നിഭാഗം നിമിത്തം അതിൻ്റെ മലമാകുന്ന പിത്തം ഉണ്ടാകുന്നു. രസത്തിൻ്റെ സ്ഥൂലമായ അംശം രക്തവും സൂക്ഷ്മമായ അംശം മാംസവുമായി തിരിയുന്നു. അങ്ങനെ ഓരോ ധാതുവിൻ്റെയും സൂക്ഷ്മാംശം അടുത്ത ധാതുവായി പരിണമിക്കുന്നു. മാംസത്തിൻ്റെ മലമാണ്
കൺപീള, മൂക്കട്ട എന്നിവ, മേധസ്സിന്റെ മലം വിയർപ്പും, അസ്ഥിയുടെ മലം നഖവും രോമവും, മജ്ജയുടെ മലം തൊലിയിലും മറ്റും കാണുന്ന മെഴുക്കുമയവുമാണ്. ശുക്ലത്തിന് ധാതുവില്ല, മലമില്ല, അമലോ ശുക്ല എന്ന ആചാര്യമതം. ശുക്ലധാതുവിന്റെ സൂക്ഷ്മാംശമാണ് ഓജസ്. ഈ പരിവർത്തനം പൂർത്തിയാക്കുവാൻ ഈ 41 ദിവസമാണ് എടുക്കുന്നത്. ചിന്തിച്ചു നോക്കുക, എന്തുമാത്രം സയന്റിഫിക് ആയിട്ട് മെറ്റാബോളിക് ആൻഡ് അനാബോളിക് ലെവൽസ് ഓഫ് ട്രാൻസ്മിഷൻ ഇന്റേണലി സംഭവിക്കുന്നതും ഈ 41 ഡേയ്സ് കൊണ്ടാണ്. എന്നിട്ട് അതിന്റെ വേഗത്തെ പറ്റി പറയുന്നുണ്ട്. രസശരീരേ ശബ്ദാർത്ഥ്യുർ ജലേ സന്താനവത്രിധ സഞ്ചരത്യനുരൂപോയം നിത്യമേവ ഹി ദേഹിനാം. ഓരോ ശരീരത്തിന്റെയും പ്രായം, പിന്നെ ജെനിറ്റലായിട്ട് കിട്ടിയിരിക്കുന്ന പ്രത്യേക ഘടനകൾ, അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, അത് കഴിഞ്ഞ ശേഷം രോഗാവസ്ഥ, ഇവയ്ക്കനുസരിച്ചൊക്കെ ടൈം വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പക്ഷെ ഈ പാറ്റേണിൽ തന്നെയാണ് മാക്സിമം ടൈം 41 ഡേയ്സ്. അപ്പൊ ചിന്തിച്ചു നോക്കുക, ഈ 41 ദിവസത്തെ വ്രതാചരണം എന്ന് പറയുന്നതിന് ഒരു ഭൗതികമായ തലം, 2 കലണ്ടറുകൾ, സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും ബേസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊരു ലിങ്ക്. സെക്കൻഡ്, നമ്മുടെ മെറ്റാബോളിക് ആൻഡ് അനാബോളിക് ലെവൽസ് ഓഫ് ഡെവലപ്മെന്റ്, അതിൻ്റെ ഒരു ലിങ്ക്. അങ്ങനെ ഈ 2 എണ്ണത്തിൻ്റെയും പ്രാധാന്യം സമന്വിതമായിട്ട് ബോത്ത് എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ. ഇതാണ് ഈ 41 ഡേയ്സിൻ്റെ വ്രതാചരണം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അവരെല്ലാ വർഷവും റമളാൻ നോയമ്പ് 30 ദിവസം വ്രതാചരണം നടത്തും, അല്ലേ? ഈ 30 ദിവസം വ്രതാചരണം ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ മലപ്പുറത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അവർ തന്നെ പറയും. പക്ഷേ കടിച്ചു പിടിച്ചിരിക്കും, തുപ്പൽ പോലും ഇറക്കത്തില്ല, അങ്ങനെ തുപ്പി ഇരിക്കും. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ബോഡി അതിനനുസരിച്ച് അക്വൈൻറ്റഡ് ആയി കഴിയും. ഈ 30 ദിവസത്തെ വ്രതാചരണം കൊണ്ട് അത് എന്താ സംഭവിക്കുന്നത്? ശരീരത്തിനകത്തുള്ള ദുർമേധസ്, അതുപോലെയുള്ള ദുരിതങ്ങൾ, എക്സസീവ് ഫാറ്റ്, കൊളസ്ട്രോള്, ഈ ചവറ് എല്ലാം അതോടെ ഒരുമാതിരി ബേൺ ചെയ്തിട്ട് ശരീരം ഒന്ന് റീബിൽഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഓരോ 30 ദിവസത്തെയും വ്രതാചരണം. ഇത് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നു. പക്ഷേ 41 ദിവസത്തെ ഇതുപോലെ ഒരു വ്രതാചരണം നല്ല രീതിയിൽ എടുക്കണമെന്ന് കഷ്ടകാലത്തിന്, അതും പകൽ സമ്പൂർണമായിട്ടും ഭക്ഷണം കഴിക്കാതൊരു വ്രതാചരണം എടുക്കണമെന്ന് ഏതെങ്കിലും സന്യാസി വന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്വാമിയെ വെച്ചേക്കോ, പിന്നെ അല്ലേ? വെട്ടിക്കൊല്ലും, ഓടിച്ചിട്ട് കൊല്ലും, കുഴിച്ചു മൂടും, നേരെ എൻ്റെ സ്ഥലത്തോട്ട് വിടും, മണ്ണടിയിലോട്ട് വിടും, അല്ലേ? ഇത് എന്തിനാണ് പറയുന്നത്? ഈ ശരീരം എന്ന് പറയുന്നത് എക്വിപ്മെന്റ് ആണ്. നമ്മളൊരു പർപ്പസിന് ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ ജീവൻ ഓരോ ധർമ്മവും ആചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്വിപ്മെന്റാണ് ശരീരം. ഈ എക്വിപ്മെന്റ് മോശപ്പെട്ടാൽ ആ കർമ്മം നടക്കുമോ? നടക്കില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ വെൽ എക്വിപ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തെ വെക്കുന്നതിന് ഈ 41 ഡേയ്സ് വ്രതാചരണം ഇത് കേവലം ആരെയും ബോധ്യപ്പെടുത്തലല്ല. ഈ തെക്കൻ ജില്ലകളിൽ നമുക്കറിയാം ഇവിടെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഏതാണ്ട് തൃശ്ശൂർ ജില്ല മുതൽ വടക്കോട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾക്കറിയാം പലരെ പറ്റിയും. അവിടെ ഞാൻ ഈ സമയത്തൊക്കെ സപ്താഹത്തിനൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. അയ്യപ്പ ഭാഗവതമായിരിക്കും കൂടുതലും അവിടെ ആ സമയത്ത് സപ്താഹം നടത്തുക. ഈ ശബരിമല പോകാൻ വ്രതം എടുക്കുന്ന ആളുകൾ ഈ വ്രതം ധരിക്കുന്ന ദിവസം ഗുരുസ്വാമിയുടെ പാദത്തിൽ നമസ്കരിച്ച് മുദ്ര ധരിച്ചു വന്നു കഴിഞ്ഞിരുന്നാൽ പിന്നെ ശബരിമലയിലും പോയിട്ട് 41 ഡേയ്സും കഴിഞ്ഞ് ഏതാണ്ട് ഒരു 50 ദിവസം കഴിഞ്ഞ് തിരിച്ചവർ വീട്ടിൽ പോകത്തുള്ളൂ. ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, SBIയിലൊക്കെ വർക്ക് ചെയ്യുന്ന സനകൻ എന്ന് പറഞ്ഞ കുട്ടി, അയാളാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരവിടെ താമസിക്കുക, ഭക്ഷണമൊക്കെ അവർ തന്നെ പാകം ചെയ്യുന്നു. എന്നിട്ട് വീട്ടുകാരൊക്കെ വരും. വൈകിട്ട് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമാണ് 41 ദിവസത്തെ വ്രതാചരണം, നാമജപം, ഭജന, അന്നദാനം. അപാരമായൊരു അനുഭൂതി. ഈ 41 ദിവസം കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മൊത്തത്തിൽ കൂടെ വരുന്ന ഒരു ട്രാൻസിഷൻ, അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ഇത് വേറെ ഒരു ദേവതയുടെയും സങ്കല്പത്തിൽ കൂടെ കിട്ടുന്നില്ലെന്നുള്ളതാണ് അയ്യപ്പ ധർമാചരണത്തിന്റെ ഒരു മഹിമ. പിന്നീട് വന്ന ഒരു വളരെ രസകരമായ ഒരു ബൗദ്ധികമായ യുദ്ധത്തില് വളരെ വളരെ ഹീനമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടത് അയ്യപ്പൻ ബുദ്ധനായിരുന്നു. എന്നിട്ട് ഈ അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കിഴക്കൻ മലബാരത്ത് കാണുന്ന സർവ്വ അയ്യപ്പ ക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തിയറി പടച്ചിറക്കി വിട്ടു. ഇതിന്റെ പിന്നിലും ഇന്റർനാഷണൽ മതമാറ്റ ലോബി തന്നെയായിരുന്നു അതിനകത്ത് കളിച്ചത്. ആ ആൾക്കാരെല്ലാം പിന്നീട് വെളിവരികയും ചെയ്തു. നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തി ഇവരിൽ പലരുടെയും മേൽവിലാസം ഇല്ലാതായ ഒരു അവസ്ഥയുണ്ടായി. അവസാനം ഇവര് നമ്മള് ഈ
ബട്ടൺ തയ്ക്കത്തില്ലേ, അപ്പം നൂല് കയറ്റി ബട്ടൺ തയ്ക്കണം, നൂല് മാത്രമായിട്ട് കയറത്തില്ലല്ലോ, ഒരു സൂചി മുന്നിൽ വിടുമല്ലോ. അതുപോലെ ഒരു സൂചിയായിട്ട് മുന്നിൽ വിട്ടിരുന്നത് കേരളത്തിലെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സാക്ഷാൽ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന മഹാത്മാവിനെയായിരുന്നു. അദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ടാണ് കൊച്ചിയിലെ, തിരുവനന്തപുരത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രഭാഷണങ്ങൾ നടത്തിയത്. അയ്യപ്പ ക്ഷേത്രങ്ങൾ മൊത്തവും ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞ സംഗതികൾ. അവസാനം എനിക്ക് അദ്ദേഹമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഈ ഒരു ശല്യം മാറ്റണമല്ലോ എന്ന് കരുതിയിട്ട് ഏതാണ്ട് 176ഓളം എവിഡൻസസ്, കൃത്യമായ എവിഡൻസസ്, അതിനകത്ത് വേറെ യാതൊരു അഡൾട്ടറേഷനും ഇല്ല, ഒരു കാപട്യവും ആവശ്യമില്ല. ആ എവിഡൻസസ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ തൃശ്ശൂർ പോയി അദ്ദേഹവുമായിട്ട് ഏതാണ്ടൊരു 3 മണിക്കൂറോളം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഒരു ഭാഗം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിന് അയ്യപ്പന് ഹൈന്ദവ ധാർമ്മിക ജീവിത ക്രമത്തെ താത്വികമായിട്ട് തകർക്കാൻ ഇറപ്പെട്ടിരുന്ന ആൾക്കാരാണ് ഇതിന്റെ പിന്നില് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നിട്ട് അവര് ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ്, ബുദ്ധന് ശ്രീഘന ശാസ്ത എന്ന് പാഠമുണ്ടല്ലോ എന്നായിരുന്നു അവര് ബേസിക്കലി ഉന്നയിച്ച ആക്ഷേപം. ആ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകള് വിഷ്ണുവിനും ശിവനും അതായത് സഹസ്രനാമങ്ങളിൽ ശാസ്ത്ര ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നു എന്നുള്ളത് കൗശലപൂർവ്വം മറച്ചുവെച്ചു. ഇനി ബുദ്ധന്റെ ശാസ്താവിന്റെ കാലഘട്ടം പരിശോധിക്കണം. ബുദ്ധന്റെ ജീവിത കാലഘട്ടം BC 563-നും 480-നും മധ്യയായിരുന്നു. കേരളത്തിൽ ബുദ്ധമതം വന്നിട്ട് 2200 ചൊല്ലാനും വർഷമേ ആയിട്ടുള്ളൂ. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പരശുരാമൻ വിവിധ സ്ഥലങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങൾ, അയ്യപ്പ ക്ഷേത്രങ്ങളല്ല ശാസ്താക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. അയ്യപ്പനെയും ശ്രീബുദ്ധനെയും ഒരു രീതിയിലും താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല. അയ്യപ്പൻ ദിവ്യശക്തി സംയോഗത്താൽ ജന്മമെടുത്ത ഈശ്വരനാണ്. ബുധനാകട്ടെ പച്ചമനുഷ്യനായി നേപ്പാളിലെ ലുംബിനിയിൽ ജീവിച്ചിരുന്ന ശുദ്ധോധന മഹാരാജാവിന്റെയും അദ്ദേഹത്തിന്റെ രാജ്ഞി മായാദേവിയുടെയും പുത്രനായി പിറന്ന സാധാരണ മനുഷ്യരിൽ പിറന്നയാളായിരുന്നു. ത്യാഗത്തിലൂടെയും തപസ്സിലൂടെയും മഹത്വത്തിലോ ഉയർന്ന അദ്ദേഹത്തെ സത്യസാക്ഷാത്കാരം സിദ്ധിച്ചൊരു മഹാത്മാവായി മാത്രമേ ലോകത്തിന് കാണാൻ കഴിയൂ എന്ന് വിശ്വപ്രസിദ്ധ ആംഗലേയ മഹാകവി എഡ്വിൻ ആർണോൾഡ് എഴുതി 1879 പ്രസിദ്ധീകരിച്ച ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശാസ്താവ് ജന്മനാ തന്നെ ആഭരണങ്ങളും ആയുധങ്ങളും ധരിച്ചാണ് പരിശോഭിതനായത്. അതില് ആരൂഢ പ്രൗഢവേഗ കൽഹാരോജ്വല നീലകുന്തളം എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങളുണ്ട്. അതിലൊക്കെ ആയുധധാരിയായിട്ടാണ് അവിടെ ശാസ്താവിനെ കാണുന്നത്. അങ്ങനെയുള്ള എല്ലാ ധ്യാന ശ്ലോകങ്ങളും ആയുധധാരിയായിട്ടും ശത്രു വിമർദ്ദകനുമായിട്ടും ആയിട്ടാണ് ശാസ്താവിനെ കാണാൻ സാധിക്കുന്നത്. നേരെ മറിച്ചോ ബുദ്ധൻ അഹിംസയുടെ മൂർത്തി രൂപമായിരുന്നു. ബുദ്ധന്റെ കരങ്ങളിൽ ആയുധം ഉണ്ടായിരുന്നോ? ദേഹത്ത് ആഭരണങ്ങളുണ്ടോ? അയ്യപ്പൻ അവിവാഹിതനായിട്ടാണ് ശബരിമലയിൽ കുടിയുള്ളത്. ബുദ്ധൻ പൂർവാശ്രമത്തിൽ വിവാഹിതനും പിതാവുമായ രാജകുമാരനായിരുന്നു. ഭാര്യ യശോധര രാജകുമാരിയും മകൻ രാഹുലനുമായിരുന്നു. അയ്യപ്പൻ കല്യാണം കഴിച്ചതുപോലെ ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഭാര്യയും മകനെയും പിന്നീട് രാഹുലൻ ബുദ്ധൻ ത്യജിക്കുന്നത്. അയ്യപ്പൻ സ്വന്തം പേരിൽ മതമോ ശിഷ്യ പരമ്പരയോ സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ബുദ്ധന്റെ പേരിൽ ബുദ്ധമതം സ്ഥാപിക്കപ്പെട്ടു. ബുദ്ധവിഹാരങ്ങളിൽ ആഗോളതലത്തിൽ നടത്തി വരുന്ന ആരാധനാ രീതികളും ഹിന്ദു ആരാധനാ രീതികളും തമ്മിൽ ഒരു കുലബന്ധവുമില്ല. ബുദ്ധമതം പ്രചരിപ്പിച്ചത് വിവിധ രാജവംശങ്ങളിലെ ചക്രവർത്തിമാരാണ്. അയ്യപ്പ തത്വത്തെ ഒരു ചക്രവർത്തിയും എവിടെയും പ്രചരിപ്പിക്കാൻ പോയിട്ടില്ല, മിഷണറിമാരെ അയച്ചിട്ടുമില്ല. ശാസ്താക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരാണ് പൂജ നടത്തുന്നത്. ബുദ്ധവിഹാരങ്ങളിൽ ബുദ്ധഭിക്ഷുക്കളും. ശാസ്താവിന്റെ ഭക്തർ കറുത്തതോ നീലയോ കലർന്ന വേഷമാണ് ധരിക്കുന്നത്. ബുദ്ധമതക്കാർ കടുങ്കാവി ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങളും. ശാസ്താഭക്തന്മാർ താടിയും മുടിയും നീട്ടി വളർത്തുന്നു. ബുദ്ധഭിക്ഷുക്കൾ പൂർണ്ണമായും തല മുണ്ടനം ചെയ്യുന്നു. ശാസ്താവ് കൂർമാസനസ്ഥനാണ്. ബുദ്ധന്റെ ഒരൊറ്റ വിഗ്രഹം പോലും ലോകത്തെവിടെയും കൂർമാസനസ്ഥനായിരിക്കുന്ന വിഗ്രഹം ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. എനിക്ക് ഏതാണ്ട് ഒരു 37 രാജ്യങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ കിഴക്കൻ ജപ്പാൻ വരെയുള്ള രാജ്യങ്ങൾ അരിച്ചു മറക്കി പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. ഈ പോയിടത്തൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം കൂർമാസനസ്ഥനായ ബുദ്ധന്റെ ഒരു വിഗ്രഹം എവിടെയെങ്കിലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരിടത്ത് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് പല ബുദ്ധിസ്റ്റ് മൺസ് സീനിയേഴ്സ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ ബുദ്ധന്റെ ഒരു വിഗ്രഹം ലോകത്തൊരിടത്ത് ഇന്നലെ കണ്ടുകിട്ടിയിട്ടില്ല. അദ്ദേഹം ചമ്മരം പടിഞ്ഞോ പത്മാസനത്തിലോ ഇരിക്കുന്ന വിഗ്രഹങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശാസ്ത്ര പ്രതിഷ്ഠയുള്ള ഹിന്ദു ക്ഷേത്ര ശ്രീകോവിലുകളുടെ നിർമ്മാണ രീതിയും ബുദ്ധപ്രതിഷ്ഠയുള്ള ബുദ്ധവിഹാരങ്ങളുടെ നിർമ്മാണ രീതിയും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല. ബുദ്ധ സിദ്ധാന്തത്തിലെ കടുകട്ടിയായ ആചരണ വ്യവസ്ഥകൾ പാലിക്കാത്തവരെ ധർമ്മഭ്രഷ്ടരാക്കും. അതിനവിടെ വ്യവസ്ഥയുണ്ട്. ശാസ്ത്ര സിദ്ധാന്തത്തിൽ അങ്ങനെ എന്തെങ്കിലും നടപടിയുണ്ടോ?
അയ്യപ്പനെ ചീത്ത പറഞ്ഞാലും ധർമ്മഭ്രഷ്ടരാക്കാൻ വല്ല നടപടിയുണ്ടോ? ഇല്ല. ശാസ്താ പ്രതിഷ്ഠകൾ പല രീതികളിലുണ്ട്. ബാലശാസ്താവ്, കുമാരശാസ്താവ്, ഗൃഹസ്ഥശാസ്താവ്, സന്യാസ ശാസ്താവ് തുടങ്ങിയ പല ഭാവങ്ങളിലുണ്ട്. ബുദ്ധവിഗ്രഹങ്ങൾക്ക് പ്രായത്തെ അടിസ്ഥാനമാക്കി അത്തരം സങ്കല്പ ഭേദങ്ങളേ ഇല്ല. ഏതാണ്ട് 176 എവിഡൻസസ് ഞാൻ കളക്ട് ചെയ്തു. അവിടെ പോയി തൃശ്ശൂർ പോയിട്ട് ഷാറുമായിട്ട് സംസാരിച്ചു. 1 മണിക്കൂർ തരാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ പോയി സംസാരിച്ചു. ഇതെല്ലാം അങ്ങ് കാലിലൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വെച്ചിരിക്കുന്ന നല്ല ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാവരുടെയും നല്ല ബണ്ടിൽ ഓഫ് എവിഡൻസസ് ഉണ്ട്. 1 മണിക്കൂറിന്റെ കാലിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ, മര്യാദകളുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് ചൊവ്വപ്പിടിക്കാനാണ് അടിയിൽ തന്നെ എന്നെ ഇറക്കി വിടുക. അതല്ല, ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യമാണെന്ന് അങ്ങേക്ക് സാക്ഷിക്ക് ബോധ്യം വരുന്നെങ്കിൽ ദയവ് ചെയ്ത് അയ്യപ്പൻ ബുദ്ധനായിരുന്നു എന്നുള്ള ഈ കാപട്യത്തിന് സൂചിയായിട്ട് നിന്ന് ഈ കാപട്യത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ കപട പ്രഭാഷണ പരിപാടി ഒഴിവാക്കിയാൽ സന്തോഷം. എനിക്ക് ഇത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവ് സത്യം. പിന്നീട് ഒരൊറ്റ വേദിയിൽ പോലും അദ്ദേഹം ആ പ്രഭാഷണം നടത്തിയിട്ടില്ല. അത് ഒരു വലിയ എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ അത് കണക്കാക്കുന്നത്. ഇവിടെ അത്യത്ഭുതകരമായ പ്രത്യേകതകളുള്ള ഒരു മഹാക്ഷേത്രം എനിക്ക് അടുത്ത കാലത്താണ് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ കയ്യില് ഭഗവാന്റെ ശിവലിംഗം അങ്ങനെയുള്ള ഒരു 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 ക്ഷേത്രം എനിക്ക് വേറെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ആ ദിവ്യമായ സങ്കല്പത്തെ നമുക്ക് ഉൾക്കൊള്ളണം. എന്തുമാത്രം നിങ്ങൾക്ക് ഉപാസന നടത്താൻ സാധിക്കുമോ? ഇത്തരം ക്ഷേത്രങ്ങളാണ് നമ്മുടെ പവർ ഹൗസ്. ഈ പവർ ഹൗസ് അവിടെ ഇരുന്നാൽ മതി. പവർ കിട്ടേണ്ട ആൾ വീട്ടിൽ പോത്തുമല കിടന്ന് ഉറങ്ങിയാൽ പറ്റില്ല. അപ്പൊ പവർ ഹൗസിന്റെ അടുത്ത് എന്തെങ്കിലല്ലേ നമുക്ക് പവർ കിട്ടുകയുള്ളൂ. റേഷൻ കട പോയെങ്കിലല്ലേ റേഷനല്ലേ വീട്ടിൽ വരത്തുള്ളൂ. അതുപോലെ പവർ ഹൗസിന്റെ അടുത്തേക്ക് പോവുക. അവിടെ നിന്ന് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ മൾട്ടി ലെവൽ പവർ, അതിനെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കണം. സ്ഥൂലവും സൂക്ഷ്മവും മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, കാരണത്തിലേക്ക് പോകുന്നില്ല. ആ കാരണത്തെ പറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായ ഒരു ഭാവം ഉണ്ടായെങ്കിലേ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അതിലേക്ക് ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സിന് പക്വത ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിക്കുന്നു. ഏതാണ്ട് ഒരു 45 വർഷത്തെ പരിചയം ബഹുമാനപ്പെട്ട ഗണപതി ചേട്ടനുമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പരിചയത്തിന്റെ മാത്രം കെയറോഫിലാണ് ഇവിടെ വരാൻ ഭാഗ്യം സിദ്ധിച്ചത്. അതിനുള്ള ഒരു പ്രത്യേക ബഹുമാനം, സ്നേഹം, നന്ദി ഞാൻ അദ്ദേഹത്തോട് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം പ്രസാദ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇത്രയും ചെയ്യുന്നു. അങ്ങനെ ആരൊക്കെ എനിക്കിവിടെ വരാനും ഏതാനും ചില ചെറിയ ചിന്തകൾ നിങ്ങളുടെ പാദങ്ങളിൽ വിനയപൂർവ്വം സമർപ്പിക്കുവാൻ അവസരം തന്നോ അവരുടെയൊക്കെ പാദങ്ങളിൽ വിനയപൂർവ്വം നമസ്കരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 7 തവണ ശരണം വിളിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും കൂടെ ഉറക്കെ വിളിക്കുക. സ്വാമിയേ ഹരിഹരസുതരാനന്ദയുക്തനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ 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 മാർക്കണ്ഡേയ ധർമ്മശാസ്താവേ മാർക്കണ്ഡേയ ധർമ്മശാസ്താവേ കല്ലമ്പള്ളി ധർമ്മശാസ്താവേ. ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്താവിന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.